സന്നിധിയിൽ ദൈവമാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെനി ഉദയകുമാർ. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചതാണ്, എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തോടെ ജീവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉദയകുമാർ, എനിക്കൊരു മകളാണുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കോട്ടയത്താണ്. ഞങ്ങളിവിടെ വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് ബഹ്റൈനിലൊരു ഹോസ്പിറ്റൽ, ഡെൻ്റൽ ഹോസ്പിറ്റൽ HR മാനേജറായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ 17 വർഷത്തോളമായി ഞങ്ങൾ അവിടെ തന്നെയാണ്. എൻ്റെ മകളെ ഞാൻ കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നാട്ടിൽ ഒരു ഡിഗ്രി കോഴ്സിന് ചേർത്തിരിക്കുകയാണ്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എല്ലാവരെ പോലെയും ഞാനും അടിച്ചുപൊളി ജീവിതവുമായി നടന്ന ഒരു വ്യക്തിയാണ്. അതിന് മെയിൻ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കല്യാണം കഴിച്ച വീട്ടിലും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. അതിനാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് തീരെ കുറവായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഞാനെപ്പോഴും യൂട്യൂബിൽ ഹിന്ദി പാട്ടുകളും മൂവികളും കണ്ടുകൊണ്ട് അടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഗ്രാഫ് മാറിമറിയുമെന്നുള്ളത്. ഞാൻ ഉയർന്ന ഗ്രാഫിൽ നിന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ ഗ്രാഫ് താഴേക്ക് വീഴാൻ തുടങ്ങി. 2020 കൊറോണ സംഭവിക്കുന്ന വർഷം മുതലാണ് എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത്. 2020 ഞാൻ നാട്ടിലൊരു വീട് മേടിക്കുകയായിരുന്നു. ആ വീട് മേടിച്ചെന്ന് വെച്ചാൽ നല്ലൊരു പൈസയ്ക്ക് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീട് മേടിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകുകയായിരുന്നു. അവിടെ ചെന്നൊരു 5 ദിവസം കഴിയുമ്പോഴാണ് കൊറോണ ലോക്ക്ഡൗൺ ആകുന്നത്. നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം പൂട്ടേണ്ടതായിട്ട് വന്നു. വലിയ ഒരു റെൻ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മാസങ്ങളോളം റെൻ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ കടങ്ങൾ കയറി ബിസിനസ്സിൽ വലിയ തകർച്ചയുണ്ടായി. എനിക്ക് നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരാളുടെ ശമ്പളത്തിൽ ഞങ്ങൾ പിടിച്ചു നിന്നു. അപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 2020 അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിക്കുന്നു, അറ്റാക്കായി. അതിനുശേഷം പെതുക്കെ എനിക്ക് തോന്നിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഹിന്ദു പ്രാർത്ഥനകൾ അധികം അറിയില്ലായിരുന്നു. കാരണം ഞാൻ പുറത്ത് ജീവിച്ച് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ക്രിസ്തീയ ഭക്തിഗാനത്തോടായിരുന്നു എന്നും ആരാധനയും, കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നതും. അങ്ങനെ ഞാൻ ഹിന്ദു പ്രാർത്ഥനയിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ 2022 എൻ്റെ ഫാദർ, എൻ്റെ വലം കൈയായിരുന്ന എൻ്റെ പപ്പ ഇതുപോലെ അറ്റാക്കായി മരിക്കുന്നു. അതും എൻ്റെ രണ്ടാമത്തെ തിരിച്ചടിയായി. ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ സ്വന്തമായി ഒരു IT ബിസിനസ് നടത്തുന്ന ആളുകളായിരുന്നു. ഭർത്താവും ഭാര്യയും IT ബിസിനസ്. അവർക്കും വലിയൊരു തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ അവർക്കും എനിക്കോ കഴിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ ബാധ്യതയിലായി. നാട്ടിലുണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്നുണ്ടായിരുന്ന പൈസകളെല്ലാം ഞങ്ങൾ അവിടേക്ക് വലിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 എൻ്റെ ഹോസ്പിറ്റൽ, ഞാനൊരു HR മാനേജർ എന്ന ലെവലിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാ ലീഡിങ് പൊസിഷനും ചെയ്ത് ജീവിക്കണമായിരുന്നു. 2023 എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഗവൺമെൻറ് അക്രഡിറ്റേഷൻ എന്ന വർക്കിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു തുടങ്ങി. അതിൽ വൻ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു മോട്ടിവേഷനായിരുന്നു. കാരണം ഞാനത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന് വലിയ തകർച്ചയുണ്ടാകും. അങ്ങനെ ഞാൻ 2023 അതിനുവേണ്ടി 8 മാസത്തോളം ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്കിൽ എനിക്കുണ്ടായ സ്ട്രെസ്സും മാനസിക ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ ഓവറോൾ പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. ഞാനൊരു സ്പോണ്ടലൈറ്റിസ് പേഷ്യൻ്റാണ്. സിവിയർ ഹെഡേക്കും, പെടലിക്ക് മുമ്പിൽ തല നിൽക്കില്ല, കിടന്നാൽ പോലും എനിക്ക് തല നിവർത്തി വെക്കാൻ പറ്റാത്തത്രയും പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. എൻ്റെ ബാഗിൽ എപ്പോഴും പെയിൻ കില്ലർ ആയിരുന്നു. ഓവർ ഡോസേജ് ഓഫ് പെയിൻ കില്ലർ കാരണം എൻ്റെ മുട്ടിന് താഴേക്ക് കറുപ്പ് നിറം വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ 2023 ഞാൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അടുക്കിലേക്ക് ഒരു സ്റ്റാഫ്, ഞാനായിട്ടെടുത്ത ഒരു സ്റ്റാഫാണ്. ഞാൻ ജോലിക്ക് എടുക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊരു കൊന്ത ഇരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ കൊന്ത? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവാണ്. അപ്പോഴും എനിക്ക് കൃപാസന മാതാവിനെ പറ്റി അധികം കേട്ടിട്ടില്ല. അതിന് തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഒരു റിലേറ്റീവ് ഈ കൃപാസന ഇവിടെ വരികയും ഇതിനെതിരെ നെഗറ്റീവ് പോസ്റ്റ് ഇടുകയും ചെയ്തു FBയിൽ. അത് കണ്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, വന്ദിച്ചില്ലെങ്കിലും ആരെയും നിന്ദിക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ് നിൻ്റെ ബന്ധു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആർക്കെതിരെയാണ്? അപ്പോൾ പറഞ്ഞു, കൃപാസനം. ഞാൻ ചോദിച്ചു, എന്താണ് കൃപാസനം? അത് ചേർത്തലയിലുള്ളൊരു പള്ളിയാണ്. അങ്ങനെയാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്. എങ്കിൽ പോലും ഞാൻ
അതിന് പുറകെ പോയില്ല. പക്ഷേ ഞാൻ ഈ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുക്കെ വരികയും എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവിൻ്റെ കൊന്തയാണ്, മാഡത്തിന് ഞാനൊരു സാധനം തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചു എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പത്രമാണ് എനിക്കെടുത്ത് കയ്യിലേക്ക് തരുന്നത്. അന്ന് ആ പത്രം മേടിക്കുമ്പോഴും അതിനെന്ത് പ്രാധാന്യമുണ്ടെന്നറിയാതെ ഞാനത് കൊണ്ട് എൻ്റെ ദൈവങ്ങളുടെ അടുക്ക കൊണ്ടുവച്ചു. അത്രമാത്രം ഒരു ബോധം ഉണ്ടായിരുന്നു അത് അവിടെ വെക്കാവൂ എന്നുള്ളത്. അവിടെ വെച്ചു വായിക്കാതെ. അതിനുശേഷം യാദൃശ്ചികമായി യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ യൂട്യൂബ് തുറന്നാൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാത്ത ഞാൻ എങ്ങനെ ഇത് കണ്ടു എന്നുള്ളത്. അച്ഛൻ്റെ പ്രസംഗം കേട്ട പുറകെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഞാൻ ഇതിലേക്ക് എന്താണ് കൃപാസനം എന്ന് കണ്ടു തുടങ്ങി, കേട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്റ്റാഫിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് നാട്ടിൽ വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എന്നോട് പറഞ്ഞു ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്യ്. അത് എന്താണെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ 3 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് റിക്വസ്റ്റ് ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ സഹോദരനുണ്ടായ പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഞാൻ ഈ പങ്കെടുക്കുന്ന ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിൽ വിജയിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എനിക്കറിയില്ല ലൈറ്റ് ക്യാൻഡിൽ ചെയ്തിട്ട് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എങ്ങനെയാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. അന്നേരവും പ്രാർത്ഥിക്കുന്നില്ല, മാതാവേ എന്ന് മാത്രം വിളിക്കും, കൃപാസന മാതാവേ കാക്കണേ. ഞാൻ അവിടെ വരുമ്പോൾ, അതെന്നെന്ന് എനിക്കറിയില്ല, വരുമ്പോൾ ഞാൻ അവിടെ വന്നുകൊള്ളാമെന്നൊരു വാക്കു പറഞ്ഞു. 2024 ജൂണിൽ എൻ്റെ മകളെ ഹയർ സ്റ്റഡീസിനായി ഇവിടെ ചേർക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വരാനിരിക്കുമ്പോൾ പെട്ടെന്ന് BP ഷൂട്ടായി തുടങ്ങി. അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു അസുഖവും ഇല്ലായിരുന്നു. BP ഷൂട്ടായപ്പോൾ അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നാട്ടിലേക്ക് പോകുകയല്ലേ, അവിടെ പോയി ഉള്ള ഡീറ്റെയിൽഡ് ചെക്കപ്പുകളൊക്കെ ചെയ്യൂ എന്ന്. അങ്ങനെ കോട്ടയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്ന് കോട്ടയത്ത് വന്നൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അവർ ത്രെഡ്മിൽ റിക്വസ്റ്റ് ചെയ്തു. ത്രെഡ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ത്രെഡ്മില്ലിൽ നിന്ന് ഫെയിൻ്റായി താഴെ വീഴുകയും അപ്പോൾ എൻ്റെ മകൾ മാത്രമായിരുന്നു ആ ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു ഭാര്യ എവിടെയാണോ അല്ല നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ഒന്നും കേൾക്കാതെ പുള്ളി എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, പുള്ളിയെ CCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പേസ് മേക്കർ വെക്കണം, എത്രയും പെട്ടെന്ന് പേസ് മേക്കർ വെക്കാം, ഞങ്ങൾക്കതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ വെയിറ്റ് ചെയ്യ്, ഞാൻ ബഹ്റിനിലാണ്, ഞാൻ വരട്ടെ, വന്നതിന് ശേഷം പേസ് മേക്കർ വെക്കാവൂ. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, വന്നോളൂ. അപ്പോൾ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല. ഞാൻ നേരെ എൻ്റെ ഹോളിലേക്ക് പോയി. സോഫയുടെ അരികിലാണ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞു, എൻ്റെ മാതാവേ ഞാൻ അവിടെ വന്നുകൊള്ളാം, എൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖങ്ങളും ഉണ്ടാകല്ലേ, മരുന്നാൽ ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങൾ മാത്രമേ കാണാവൂ, എൻ്റെ പപ്പ പോയി, എനിക്ക് വേറെ ആരുമില്ല, അപ്പോൾ എനിക്ക് ആശ്രയമായി നീ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എങ്ങനെ ഞാൻ കയറി വരും, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ എങ്ങനെ കയറി വരുമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഡോക്ടർ കഴിഞ്ഞ 18 വർഷമായി സഹോദരതുല്യനായി ഞാൻ കാണുന്ന വ്യക്തി എന്നോട് പറഞ്ഞു നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എൻ്റെ കളക്ഷനിൽ നിന്ന് എടുത്തുകൊണ്ട് നീ പൊക്കോളൂ. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഫ്ലൈറ്റിന് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ പരുമല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ കൊണ്ടുചെന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ആദ്യം നമുക്ക് എൻജിയോഗ്രാം ചെയ്യാം, ഞാൻ സസ്പെക്റ്റഡ് ആണ്, കാരണം പുള്ളിക്ക് ഹൈറ്റും വെയ്റ്റും അതേപോലെ ത്രെഡ്മിൽ പോസിറ്റീവാണ്. അങ്ങനെ OTയിലേക്ക് കയറ്റി. OTയിലേക്ക് കയറ്റുമ്പോഴും ഞാൻ ആ വാതിക്കലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാക്കരുതേ. അത്ര മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുള്ളായിരുന്നു. അതിനുശേഷം ഡോക്ടർ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ OTയിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു ഇങ്ങി വരൂ, ഇവിടെ ഇരിക്കുക, ഇതൊരു മിറക്കിളാണ്, നിങ്ങൾ നോക്കൂ. ആസ് എ മെഡിക്കൽ ഞാൻ അവിടെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് സ്ക്രീൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഈ പുള്ളിക്ക് ഒരു ബ്ലോക്ക് പോലും ഇല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഞാൻ പോലും അത്ഭുതപ്പെടുന്നു, ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവേ എന്ന് വിളിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ വയ്യ എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകുക, കാരണം നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊരു വലിയ പ്രയാസമാണ്. ഡിസ്ചാർജായി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട്, നോ എന്ന് പറയല്ലേ, എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൃപാസനത്തിൽ എത്തിക്കണം, എനിക്ക് പോകണം. അങ്ങനെ ഞാൻ
ജൂൺ മാസം അവസാനം ഈ കൃപാസനത്തിൽ വരികയാണ്. ആദ്യത്തെ ദിവസം എനിക്ക് ഉടമ്പടി എടുക്കാൻ നടന്നില്ല, കാരണം ലേറ്റായിപ്പോയി. ഞാൻ പിന്നെ ജൂലൈ 3 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എന്താണോ എങ്ങനെ പാലിക്കണമെന്നോ അറിയാത്ത ഞാൻ ഉറപ്പിച്ചു, എന്ത് വന്നാലും ഞാനത് പാലിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു. എൻ്റെ നിയോഗങ്ങൾ എഴുതാൻ എനിക്ക് മലയാളം എഴുതാൻ അത്ര അറിയില്ല, അതുകൊണ്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കുഴച്ച് എഴുതി വെച്ചു. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ നിയോഗങ്ങൾ അന്ന് എഴുതി. പക്ഷേ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമേ എന്നുള്ളതായിരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് റിക്കവറി പതുക്കെ വന്നു തുടങ്ങി. ഞാൻ ഒരാളുടെ ഏണിങ്ങിൽ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയ പത്രം എൻ്റെ മാതാവിനോടോ എൻ്റെ ഹസ്ബൻഡ് അമ്മയോടോ ഞാൻ പറഞ്ഞില്ല ഞാൻ കൃപാസനത്തിലാണ് പോകുന്നത്, കാരണം എന്തെങ്കിലും നെഗറ്റീവ് പറയുമല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ ഈ പത്രം ആദ്യം കൊണ്ട് കൊടുത്തത് എൻ്റെ മമ്മിയുടെ കൈകളിലേക്കാണ്. കാരണം മാതാവല്ലേ, എൻ്റെയും അമ്മയല്ലേ, തടസ്സം വരില്ല. അങ്ങനെ ഞാൻ പത്രം കൊടുത്ത് ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മമ്മി ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. ഇന്ന് എൻ്റെ മമ്മി ജീവിക്കുന്നത് തന്നെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയിൽ കൂടെയാണ്. രാവിലെ ജപമാല കേട്ടില്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് വെപ്രാളമാണ്. യൂട്യൂബോ ഒന്നും മമ്മിയുടെ ഒരു പ്രശ്നമല്ല. 75 വയസ്സായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ മാതാവിൻ്റെ ധൈര്യമാണെന്ന് കൃപാസന മാതാവ്. അതേപോലെ ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാനിന്ന് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നേടി. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമ്പോൾ കഴിവെന്താണോ എന്താണ് എവിടുന്ന് വരുന്നതാണെന്നോ എന്നാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. നമ്മൾ പറയും എൻ്റെ മകൾക്ക് കഴിവുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കഴിവുണ്ട്, ഞങ്ങളിതെല്ലാം നേടി. പക്ഷേ ഇതൊന്നും കഴിവ് കൊണ്ടല്ല, കൃപ കൊണ്ട് നേടേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാലങ്ങളെടുത്തു. കൃപയില്ലെങ്കിൽ ഈ നേടിയതെല്ലാം പോകും. അതേപോലെ തന്നെയാണ് എനിക്കും സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ 1.5 വർഷമായി ഇവിടുത്തെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഞാൻ സകല പോസിറ്റിവിറ്റി, എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും നിങ്ങളുടെ ഫേസിന് ഭയങ്കര തിളക്കമാണല്ലോ, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പലരും എന്നോട് നെഗറ്റീവ് പറഞ്ഞു, കൃപാസനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ആരെയും നെഗറ്റീവ് കേൾക്കില്ല. രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ മാനസിക പ്രയാസമാണ്. ജപമാല മുടങ്ങാതെ ചൊല്ലിത്തുടങ്ങി. ജപമാല എന്താണെന്നറിയാത്ത ഞാൻ ജപമാല ചൊല്ലിത്തുടങ്ങി. പള്ളികളിൽ പോയി തുടങ്ങി, കുർബാനയ്ക്ക് കൂടിത്തുടങ്ങി. എനിക്കിപ്പോൾ ഒരു എനർജിയാണ് ഇതെല്ലാം കാണുമ്പോൾ. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്ന ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എല്ലാ പെയിൻ കില്ലറുകളും എടുത്തു മാറ്റി. ഇന്നെൻ്റെ ബാഗിലിരിക്കുന്നത് തൈലമല്ലാതെ പിന്നെ ഈ കാണുന്ന കൊന്ത രാവും പകലും എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. ഇതുകൊണ്ട് ഞാൻ നേടിയതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ദൈവിക വിശ്വാസം എന്ന് പറയുന്നത്. അത് പക്ഷേ വേറെ എങ്ങും കിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതും ഇതുപോലെ തന്നെ മാറിയൊരു വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരനും ഹിന്ദു വിശ്വാസമാണ്, അവനും ഇതിനൊക്കെ എതിരായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവനും അവൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. രോഗം മാറാനായി. രോഗം വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രയാസം. അതും മാറ്റാനൊരു ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അച്ഛൻ എപ്പോഴും പറയും മെറിറ്റ് അല്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കഴിവിൽ അഹങ്കരിക്കരുത്. കഴിവൊന്നിനും ഒരു പ്രാധാന്യമുള്ളതല്ല. കൃപ തന്നെയാണ് വേണ്ടത്. ബലവും ദൈവത്തിൻ്റെ ദയയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പോകും. ഇതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു. ഞാനൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നിടത്തോളം ആ സ്ഥാപനം വലിയൊരു അക്രഡിറ്റേഷൻ എന്ന പ്രോഗ്രാമിൽ 92% എബവ് ഗവൺമെൻറ്റിൻ്റെ സാക്ഷനോടുകൂടി ഞങ്ങൾ പാസ്സായി. എൻ്റെ കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങൾ പകുതി കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടി. ഇപ്പോൾ ഞാനിവിടെ നിയോഗം പറയുവാനോ അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കുവാനോ വരാനിരുന്ന ആളല്ല. കാരണം എനിക്കിപ്പോഴും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ചെറുതായിട്ടുണ്ട്. കാരണം വലിയ വലിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഓർക്കാപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ അമ്മ മരിക്കുന്നത്. കഴിഞ്ഞ 10-15 ദിവസമായി ഞാൻ അതിനു വേണ്ടി വന്ന ഞാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാതെ ഞാൻ തിരിച്ചു പോകില്ല, സാക്ഷ്യം പറയാതെ തിരിച്ചു പോകില്ല എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഈ പത്രങ്ങൾ ബഹ്റൈനിൽ, അറിയാമല്ലോ ഒരു മുസ്ലിം രാജ്യമാണ് എങ്കിൽ പോലും പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. അതേപോലെ തന്നെ
പാവങ്ങളായുള്ള മനുഷ്യർ റോഡ് സൈഡിൽ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ഇന്ത്യയിലാണ് പാവങ്ങൾ, അവിടെയൊക്കെ ഒത്തിരി പേര് റോഡ് സൈഡിൽ ആഹാരം കഴിക്കാനില്ലാതെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി പൊതിച്ചോറുകൾ മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റുന്നിടത്തോളം, എല്ലായ്പ്പോഴും എന്നെക്കൊണ്ട് നടക്കില്ല, കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ് എപ്പോഴും. എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നെങ്കിലും വഴിയിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ വണ്ടി നിർത്തി ചോദിക്കും എന്താണ്, പുള്ളി ചോറ് മേടിച്ചു കൊണ്ട് കൊടുക്കും. കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഏതൊരു സ്റ്റാഫ് എൻ്റെ അടുക്ക വന്ന് നെഗറ്റീവ് സംസാരിച്ചാലും ഞാൻ നെഗറ്റീവ് അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റായിട്ട് പോസിറ്റീവാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നെക്കാൾ കഴിയുന്ന അത്രയും രീതിയിൽ ഞാൻ എല്ലാവരോടും പറയും, വിഷമിക്കേണ്ട, കൃപാസനത്തിൽ പൊക്കോളൂ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. കുട്ടികളില്ലാത്തവർ വരുന്നുണ്ട്, മക്കളില്ലാത്തവർ ഒത്തിരി പേരുണ്ട് 10 വർഷങ്ങളോളമായിട്ട്. അവർ കരഞ്ഞു പറയും എൻ്റെ അടുക്കെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോകുമോ കൃപാസനത്തിൽ? പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും കൃപാസനത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അതിന് മാതാവ് വിചാരിക്കണം. മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളിൽ ഓരോ വ്യക്തികളും ഇവിടെ വരത്തുള്ളൂ. എൻ്റെ അടുക്കുമെന്ന് സ്റ്റാഫ് പറയും ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു വരും. തിരിച്ചു വരുമ്പോൾ അവർ വന്നിട്ടില്ല. എന്തേ പോകാഞ്ഞ്? നടന്നില്ല, അത് നടക്കില്ല. മാതാവ് വിചാരിക്കത്തോളം നമ്മൾക്ക് ആർക്കും ഈ സന്നിധിയിൽ എത്തിപ്പെടാൻ പറ്റില്ല. എല്ലാവരോടും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തിരുകുമാരനും അമ്മ മാതാവിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കോടാനുകോടി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് അനീറ്റ. ഇതെൻ്റെ ഹസ്ബൻഡ് സണ്ണി തോമസ്. ഇത് ഞങ്ങളുടെ മക്കൾ ഇവാൻ ഇമ്മാനുവൽ സണ്ണി ആൻഡ് എവലിൻ മരിയ സണ്ണി. എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ ഒരുക്കിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എനിക്കതിനുള്ള യോഗ്യതയോ അർഹതയോ ഒന്നുമില്ല. എന്നിരുന്നാൽ പോലും ഈശോയും അമ്മയും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ ഇവിടെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് എണ്ണിയാൽ തീരാത്ത ഞാൻ നന്ദി പറയുന്നു. ആദ്യമായി ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ഡിസംബർ 20-ാം തീയതിയാണ്. അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത കുഞ്ഞിന് 3 വയസ്സായിട്ടും അവൻ സംസാരിക്കുന്നില്ലായിരുന്നു. സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ പപ്പ മമ്മി അത്രയും മാത്രമേ അവൻ പറയത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒക്ടോബർ 21-ാം തീയതി എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞൊന്ന് വീഴുകയുണ്ടായപ്പം ആർക്കും അറിയില്ല, ഇവന് 3 വയസ്സ് കഴിഞ്ഞിട്ടും അവൻ പെട്ടെന്ന് ഒരു തുണി എടുത്ത് കെട്ടിത്താന്നാണ് കുഞ്ഞ് പറഞ്ഞ് കരയുന്നത്. പക്ഷേ ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം ചോദിച്ചു, കുഞ്ഞെന്നാ സംസാരിക്കില്ലേ എന്ന് ചോദിച്ചു. അത് ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ഇവനൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വേദന അന്ന് എന്നെ ഒരുപാട് അലട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഡിസംബർ 20-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 20-ാം തീയതി ഉടമ്പടി എടുത്തു. ജാനുവരി ഒരു ഫസ്റ്റ് വീക്കായില്ല, കുഞ്ഞ് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ അവന് വിശുദ്ധ തൈലം കുരിശ് വരച്ച് അവൻ്റെ നാവിൽ പുരട്ടുമായിരുന്നു. പിന്നെ ഡെയിലി അവന് ഉപ്പും തൈലവും ഞാൻ കൊടുക്കുമായിരുന്നു. അവനത് ചോദിക്കാൻ തുടങ്ങി, എനിക്ക് ഉപ്പും തൈലവും താന്നുള്ള രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ പുരട്ടിയതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞ് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അതിനു മുന്നേ അവനെ ഞാൻ അംഗനവാടി വിടുമ്പോൾ അംഗനവാടി പോയിട്ട് അവർ പറയും, കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയിക്കോ, കുഞ്ഞ് വർത്താനം പറയുന്നില്ല, അവൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ, അവൻ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം കൊണ്ടുവന്നാൽ മതി എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവനെ 2 മാസത്തേക്ക് ഞങ്ങൾ അംഗനവാടി കൊണ്ടുവിടാൻ തുടങ്ങി. അപ്പോൾ ഇവൻ തന്നെ പറയാൻ തുടങ്ങി, എനിക്ക് സ്കൂളിൽ പോകണമെന്നായി. അപ്പോൾ 3.5 വയസ്സാകുന്നു. അന്നേരം ഞങ്ങൾ കൊണ്ട് സ്കൂളിൽ ചേർത്തു. അതിന് ശേഷം കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ UKG-യിലാണ്. ഇവൻ അത്യാവശ്യ കാര്യങ്ങൾ പറയും, സ്കൂളിൽ പഠിക്കാനും കുഴപ്പമില്ല. പക്ഷേ ആ സമയത്ത് അവന് ഭയങ്കര ഹൈപ്പർ പോലെ, അവന് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. എന്താ ചെയ്യുന്ന, കൈ കിട്ടുന്ന എല്ലാം എടുത്ത് എറിയുമായിരുന്നു. ഇപ്പം ഇച്ചിരി കുസൃതി ഉണ്ടെങ്കിലും അവനൊരിച്ചിരി ശാന്തമായിട്ട് ഇരിക്കാൻ കുറേയൊക്കെ അവൻ ഒത്തിരി മാറി. എന്ന് വെച്ചാൽ ഒന്ന് നശിപ്പിക്കുന്നതൊക്കെ ഒരുപാട് കുറഞ്ഞു. കുറച്ച് നേരം ഇരിക്കാനും നമ്മളോടെല്ലാം കൂടി വർത്താനം പറയാനും കുറേ ഇതായി. ഇപ്പം അങ്ങനെ അവന് ആദ്യത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് അതാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ അങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ ഉടമ്പടി മീൻസ് എനിക്ക് കിട്ടിയെങ്കിലും ഞാൻ അധികം കാരുണ്യ പ്രവർത്തികളോ പ്രേക്ഷിത പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല. അങ്ങനെ ഇരിക്കെ 2025 ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾക്കിടയിലൊരു സ്നേഹമില്ലായ്മ, ഞങ്ങൾക്കും ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ ഞങ്ങൾ വേണ്ട എന്നൊരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്നെ മാതാവ് ഇവിടെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ആ ഉടമ്പടി തുടരാത്തതിൻ്റെ ഒരു ഇതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വന്ന് വീണ്ടും പുതിയ ഉടമ്പടി എടുത്തു. അന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് പോയത്. പക്ഷെ അന്നേരം
പറഞ്ഞു ഇല്ല, 90 ദിവസം കഴിഞ്ഞിട്ടേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതം നയിച്ച് എന്നും പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ധ്യാനം എല്ലാം നന്നായിട്ട് കൂടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിക്കില്ല എന്ന് പറഞ്ഞ് നിന്ന് ഞങ്ങൾ വീണ്ടും അച്ഛൻ ഒരു ദിവസം ധ്യാനത്തിൽ പറയുകയുണ്ടായി. ഡിസംബർ 9-ാം തീയതി അച്ഛൻ ധ്യാനത്തിൽ പറയുകയുണ്ടായി, ഒത്തുചേർന്ന് പോകാൻ പറ്റാതെ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഫാമിലി 74-ാം പക്കം ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ധ്യാനത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഞാൻ ആ ധ്യാനം കൂടുന്നത് 11-ാം തീയതിയാണ്. ഞാൻ ആ ധ്യാനം അന്നേരം മനസ്സ് വിചാരിച്ചു, ഇത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും അച്ഛനിലൂടെ ഈശോ ഞങ്ങളോട് സംസാരിക്കുന്നതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ ഒന്നിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയപ്പോൾ ഒരു മീഡിയേഷനിലൂടെ അവർ തന്നെ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു. നിങ്ങൾ പോയിട്ട് ഒരു 20-ാം തീയതി വരാമോ എന്ന് ചോദിച്ചു. ഫെബ്രുവരി 20-ാം തീയതി വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നോക്കി. ഈ ഫെബ്രുവരി 20-ൻ്റെ പ്രത്യേകത നോക്കിയപ്പോൾ അന്നാണ് കാണുന്നത് 74 എന്ന് അച്ഛൻ പറഞ്ഞ ആ ദിവസമായിരുന്നു ആ ഫെബ്രുവരി 20 പറയുന്നത്. അപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് ലൂക്ക 1:37 ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചൊരു വചനമുണ്ട്. അത് മത്തായി 9:19 തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഏക ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരുത്തട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് നീ വിധിച്ചതാണെങ്കിൽ നീ തരിക, ഇല്ല നീയായിട്ട് എടുത്തു മാറ്റുന്നതാണെങ്കിൽ മാറ്റിക്കോ, പക്ഷേ അത് സഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും ഞങ്ങളെ സന്തോഷത്തോടെ വീണ്ടും ഈ റിയൂണിയൻ തന്ന് ഞങ്ങളെ ഇങ്ങനെ ഒരുമിപ്പിക്കുകയും ചെയ്തതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പ്രശ്നം നടക്കുമ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ പരിഹസിക്കാനുണ്ടായിരുന്നു. അതും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ ജീവിതം തകരുന്നത് കണ്ട് സന്തോഷിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഉള്ള മറുപടിയാണ് ദൈവം ഞങ്ങളെ യോജിപ്പിച്ച ഈ യൂണിയൻ. പിന്നെ ആ സമയത്ത് മൂന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് അവളുണ്ടായപ്പം തൊട്ട് അവൾക്കൊരു ചെറിയ ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവൾക്ക് എന്നും ഇൻഹേലർ യൂസ് ചെയ്യണമായിരുന്നു. എല്ലാ മാസവും ഞങ്ങൾ ആദ്യം അവസാനവുമായിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പതിവായിരുന്നു. അങ്ങനെ ഇവൾ ഇൻഹേലർ രാവിലെയും വൈകിട്ടും 2 പഫ് വേദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞാൻ കുഞ്ഞിന് ഉടമ്പടി തൈലവും ഉപ്പും തൈലവും കുരിശ് വരച്ച് കൊടുത്തതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞ് അതിനുശേഷം ഇന്ന് വരെ ഇൻഹേലർ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ഇവൾ രാത്രി കിടന്ന് കരയുക പതിവായിരുന്നു ഒരു 12 മണി കഴിയുമ്പം. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ എൻ്റെ കുഞ്ഞ് കരയുകയോ ഇൻഹേലർ യൂസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവൾ നല്ലതായിട്ട് ഇരിപ്പുണ്ട്, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ പത്രം ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും വെച്ച് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കാറുണ്ടായിരുന്നത്. ഞാൻ കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കും, മാതാവേ, ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എത്തിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ ഈ പത്രം കൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ പോയി അവരെ കുളിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പിന്നെ അവരുടെ പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കുക. അങ്ങനെ ഞങ്ങളൊരു കൂട്ടത്തിൽ ഞങ്ങളുടെ ഉടമ്പടി എടുത്ത കുറച്ച് ആൻറ്റിമാരുണ്ടായിരുന്നു. അവരുടെ ഒപ്പം ഞങ്ങൾ പോയി കാരുണ്യപ്രവൃത്തിയായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഉപ്പും തൈലവും പ്രാർത്ഥിച്ച് അതിൽ ചേർത്ത് ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വഴിയോരങ്ങളിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അത് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ കരുണാലയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വൃദ്ധസദനം സന്ദർശിക്കാൻ പോയപ്പോൾ ഞാൻ എന്തോന്നറിയത്തില്ല, വണ്ടിയിൽ എനിക്കും ഒരു ആൻറ്റിക്കും മാത്രം മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഓർത്ത് ആരെങ്കിലും മുല്ലപ്പൂ ചൂടി പുറകെ നിൽക്കുന്നതായിരിക്കുന്നു. ഞങ്ങൾ നോക്കി ആരെയും കാണുവാനില്ല. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഒരു തവണ കിട്ടുകയുണ്ടായി. അതുപോലെ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പിന്നെ അതുകൂടാതെ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഉടമ്പടിയിലുണ്ടായിരുന്ന തന്നെ ഒരു ആൻറ്റി, അവരുടെ പേര് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല,
അവരുടെ പേര് പറയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. എനിക്ക് ലക്ഷങ്ങളാണ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത്. അതും ഒരു അക്കൗണ്ട് വഴിയോ ഒന്നുമല്ല, നേരിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് അവർ ഫാമിലി ആയിട്ട് കൊണ്ട് തരികയാണ് ചെയ്തത്. അത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ പൈസ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും എൻ്റെ ജോലി കാര്യങ്ങൾക്കൊക്കെ അത് ഒത്തിരി ഉപകരിച്ചു. അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തുവന്ന് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ഭയപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അനീറ്റ ഇടുക്കി തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ സാക്ഷി നമുക്ക് വളരെയേറെ പ്രകടമായിരുന്നു. എപ്രകാരമാണ് ഓരോ അമ്മയും മക്കളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ ആകുലതകളാണെങ്കിലും രോഗങ്ങളിലൊക്കെ സങ്കടപ്പെടുന്നത്. ആ സങ്കടം തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. തൻ്റെ ആൺകുഞ്ഞിൻ്റെ രോഗസൗഖ്യം, അത് സംസാരിക്കാനുണ്ടായിരുന്ന പോരായ്മ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള ഉടമ്പടി നിറച്ച വസ്തുക്കളുടെ ഉപയോഗം. ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണത്തോടെ പ്രാർത്ഥിച്ച് ഈ മകൻ്റെ അധരങ്ങളിൽ വരക്കുമ്പോൾ പൂർണ്ണമായ ഒരു സൗഖ്യമാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്കും മകന് നൽകി അനുഗ്രഹിക്കുക ചെയ്യുന്നത്. അത് ഈ മകനെ പൂർണ്ണമായിട്ട് സംസാരിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ മകൾ നേരിട്ട കുടുംബത്തിലെ വലിയൊരു സ്വരച്ചേർച്ചയാകാം, സ്നേഹത്തിലുണ്ടായിരുന്ന പോരായ്മയാകാം. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുവാനും അതിലൂടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ തൻ്റെ ഹൃദയത്തോടെ മനസ്സിലാക്കിയപ്പോൾ അതെന്നോട് തന്നെയാണ് സംസാരിക്കുന്ന തിരിച്ചറിവിലൂടെ ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായി. അത് പൂർണ്ണമായിട്ടും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവം തന്നെയാണ് ഈ കുടുംബത്തിൽ വീണ്ടും ഇടപെട്ടുകൊണ്ട് അവരെ വീണ്ടും ഒന്നാക്കുകയും ദൈവസ്നേഹത്തിലേക്ക് വളർത്തുകയും ചെയ്തത്. നമുക്ക് പൂർണ്ണമായിട്ടും ഉറച്ച വിശ്വാസം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങൾ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടെന്ന്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞു മകളുടെ രോഗസൗഖ്യമാണെങ്കിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഉടമ്പടി നിറച്ച വസ്തുക്കളോട് ചേർന്നപ്പോൾ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുമകൾക്കും രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇവരെ വീട് പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്നും ഒപ്പം നമ്മുടെ ഓരോരുത്തരും എല്ലാവിധമായ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായിട്ട് മാറ്റാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.